ഹായ് ഫ്രണ്ട്സ്, KS കിസാൻ ഫ്രണ്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ തേനീച്ച കൃഷിയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. ഇതെൻ്റെ സൈറ്റാണ്. അപ്പം ഈ സൈറ്റിൽ നമ്മൾ എങ്ങനെയാണ് കാലിൽ തേനീച്ചപ്പെട്ടി വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടി വേണം തേനീച്ചപ്പെട്ടികൾ വെക്കാൻ. എന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മഴക്കാലങ്ങളിൽ സംരക്ഷണം കിട്ടുള്ളൂ. ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട് ഇട്ടതിന് ശേഷം നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ചാൽ മതി. ഒരു 5 കിലോ കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട് ഇട്ട ശേഷം നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെക്കുക. അപ്പം ഇതുപോലെ നമുക്ക് റബ്ബർ തോട്ടങ്ങളിൽ ധാരാളമായിട്ട് തേനീച്ചപ്പെട്ടി നമുക്ക് വെക്കാൻ സാധിക്കും. ഇതുപോലെ തേനീച്ചപ്പെട്ടി കാലിൽ വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ ഇനി അടുത്തുള്ള എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നതായിരിക്കും. കാലുകളിൽ വെച്ചെങ്കിൽ മാത്രമേ തേനീച്ചയ്ക്ക് നല്ല വളർച്ച കിട്ടത്തുള്ളൂ. മാത്രമല്ല ചിലന്തി, പഴു, എട്ടുകാലി, മറ്റ് കീടങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് പെട്ടികളെ സംരക്ഷിക്കാൻ പറ്റും. തേനീച്ചപ്പെട്ടിക്ക് മഴയും ചൂടും ഏക്കരുത് എന്ന് നിർബന്ധമുണ്ട്. പ്രത്യേകിച്ച് ചെറുതേനീച്ച കോളനി മഴയും ചൂടും തണുപ്പും ഏറ്റു കഴിഞ്ഞാൽ കോളനികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചെറുതേനീച്ച സംബന്ധമായ തിയറി ക്ലാസ് ആയിരിക്കും ആദ്യമായിട്ട് എടുക്കുക. മഴ മാറിയതിനു ശേഷം മറ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനലുകൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കൊടുത്ത് ഓളും ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെറുതേനീച്ചയും വൻതേനീച്ചയും തുടങ്ങിയ എല്ലാ വീഡിയോസുകളും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഒരു കാലിൽ എത്ര പെട്ടികൾ വെക്കണം, അതുപോലെ എത്ര അകലത്തിലാണ് ചെറുതേനീച്ച കോളനികൾ വെക്കേണ്ടത്, തുടർന്നുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഈ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ. ചെറുതേനീച്ചപ്പെട്ടികൾ ദൂരെ കൊണ്ടുപോയി വെച്ചാൽ എന്ത് സംഭവിക്കും, അതുപോലെ സ്റ്റാൻഡേ വെച്ചാൽ എങ്ങനെയാണ് ഈച്ചയുടെ വളർച്ച തുടങ്ങിയ വീഡിയോസ് എല്ലാം തന്നെ നമ്മളുടെ ചാനലിൽ കൂടെ വരുന്നതായിരിക്കും.